Guys, welcome back. Guys, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഡോമിനാർ യൂസേഴ്സിനുള്ളൊരു പ്രോബ്ലമാണ് ഈ ഒരു എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പിൻ്റെ ഈ ഒരു കളർ ചേഞ്ച്. അപ്പോൾ നമ്മളത് പല രീതിയിൽ ഇത് ക്ലീൻ ചെയ്യാൻ നോക്കി, പക്ഷേ അപ്പോൾ ഒന്നും നടന്നില്ല. അപ്പം ഈ ഒരു എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പിൻ്റെ കേസിൽ ഈ ഒരു കളർ ചേഞ്ച് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മുടെ ഡോമിനാർ 400 ആണ്. ഇപ്പോൾ ഡോമിനാർ 250യുടെ കേസിൽ നമ്മൾ പുതിയ ബൈക്ക് ഡെലിവറി എടുത്ത് ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പിൻ്റെ കളറിൽ ചേഞ്ച് വന്നിരുന്നു. ഇപ്പോൾ ഡോമിനാർ 250യുടെ ഒരു റിവ്യൂ ഷെയർ ചെയ്ത ടൈമിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡോമിനാർ 250 ആയാലും 400 ആയാലും എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പിൻ്റെ കേസിൽ ഈ ഒരു കളറിൻ്റെ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പ് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കാമെന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഒരുപാട് സെർച്ച് ചെയ്തു, പക്ഷേ ഇതിന് പ്രോപ്പറായിട്ടൊരു സൊല്യൂഷൻ നമ്മളിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇത് വീണ്ടും ഈ ഒരു കളറിലേക്ക് ആവും. അപ്പോൾ ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, അപ്പോൾ നമ്മളൊരു നോർമൽ കാർ വാഷ് യൂസ് ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് നോക്കുന്നത്. കാർ വാഷും ഒരു ബ്രഷും ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു സ്ക്രബ്ബറും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു അണ്ടർ ബെല്ലി ഗാർഡ് അഴിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അണ്ടർ ബെല്ലി ഗാർഡ് അഴിച്ചിട്ട് വാഷ് ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം ക്ലീൻ ആവുമെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കാർ വാഷ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയൊരു പോർഷനിൽ ഹാർപ്പിൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഏതാണ് ബെറ്റർ റിസൾട്ട് തരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അണ്ടർ ബെല്ലി ഗാർഡ് അഴിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പിൻ്റെ ഒരു അവസ്ഥ. കംപ്ലീറ്റ് കളറൊക്കെ ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലോ കമ്പനി സർവീസ് ചെയ്ത് കഴിഞ്ഞാലോ ഒന്നും ഈ ഒരു കളറിനൊരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് ഈ ഒരു പോർഷൻ ഈ ഒരു എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പ് നന്നായി വാഷ് ചെയ്തിട്ട് എത്രത്തോളം ക്ലീൻ ആവുന്നുള്ളതാണ് നോക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു കാർ വാഷ് വെച്ചിട്ടാണ് ഫസ്റ്റ് ക്ലീൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഇങ്ങനെ ആവാനുള്ള മെയിൻ റീസൺ, ഇപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പ് നല്ല രീതിയിൽ ചൂടാകും. അപ്പോൾ ഈ ഒരു ചളിയൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ഡ്രൈ ആയിപ്പോവും. ഇങ്ങനെയാണ് ഈ ഒരു കളർ ഇങ്ങനെ ചേഞ്ച് ആവുന്നത്, അല്ലാതെ തുരുമ്പ് പിടിക്കുന്നതൊന്നുമല്ല. അത് കളർ കണ്ടിട്ട് നമ്മൾ തുരുമ്പ് പിടിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്താൽ നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് ഒഴിവാക്കിയാലും അത് വീണ്ടും വരും. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളറൊക്കെ കംപ്ലീറ്റ് നന്നായി ഇളകി പോകുന്നുണ്ട്. അപ്പം ഈ ഒരു പാർട്ടോടെ അഴിച്ച് മാറ്റി മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുകൂടി അഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടോടെ നമ്മൾ അഴിച്ചെടുത്തു. ഇനി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഗൈസ്, അപ്പോൾ നോക്കിയറിയാം ഒരു കളറൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മളെ പെയിൻറ്റും പോയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കാർ വാഷും ബ്രഷും വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഗൈസിന് നമുക്ക് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് ട്രൈ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുള്ളത് നോക്കാം. നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് ക്ലീൻ ആവുന്നത് ഈ ഒരു സ്ക്രബ്ബർ വെച്ച് ക്ലീൻ ചെയ്യുമ്പോഴാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ കാർ വാഷും ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും വെച്ച് വാഷ് ചെയ്ത സമയത്ത് ഈ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ക്ലീൻ ആകുന്നുണ്ട്, ആ ഒരു കളറൊക്കെ പോയി. ഇപ്പോൾ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് ആ സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെയൊക്കെ ചളി അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഈ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇതേപോലുള്ള കുറച്ച് സ്ഥലത്താണ് കംപ്ലീറ്റ് ക്ലീനായി കിട്ടാനുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ക്ലീനിങ് നമ്മൾ ഈ ഒരു ഹാർപ്പിക്ക് വെച്ചാണ് ചെയ്യുന്നത്. എന്നിട്ട് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഹാർപ്പിക്ക് വെച്ച് ക്ലീൻ ചെയ്ത സമയത്ത് നമുക്ക് നല്ല പ്രോപ്പർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എക്സോസ്റ്റ് പൈപ്പ് ഓൾമോസ്റ്റ് ക്ലീനായി. അപ്പം ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത സമയത്ത് ഈ ഒരു വെൻറ്റ് പൈപ്പിൻ്റെ ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി നമുക്കുള്ള ഒരേ ഒരു സൊല്യൂഷൻ ഇതേപോലെ എക്സോസ്റ്റ് വെൻറ്റ് പൈപ്പിലും സൈലൻസറിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് റെസിസ്റ്റൻസ് സ്പ്രേ പെയിൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ ഒരു പെയിൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ആ ഒരു പെയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഡോമിനാർ ഡ്യൂക്കൊക്കെ പോലുള്ള ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു കളർ വീണ്ടും വരും എന്നുള്ള കേസ് ഷുവറാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോരോ ഓപ്ഷൻ. അണ്ടർ ബെല്ലി ഗാർഡിൻ്റെ കേസിലേക്ക് നോക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചളിയും മണലൊക്കെ അങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അണ്ടർ ബെല്ലി ഗാർഡ് കൂടെ ക്ലീൻ ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു അണ്ടർ ബെല്ലി ഗാർഡ് കൂടെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷനിലേക്ക് ഒന്നും എത്തില്ല. അപ്പോൾ ഇതേപോലെ ബെൻ പൈപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു അണ്ടർ ബെല്ലി ഗാർഡ് കൂടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ക്ലീനിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ബെൻ പൈപ്പ് ക്ലീൻ ചെയ്തു, നമ്മുടെ അണ്ടർ ബെല്ലി ഗാർഡും ക്ലീൻ ചെയ്തു. ഇനി നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഡോമിനാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.